ചില കുട്ടികളെക്കുറിച്ച് മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. വല്ലാത്ത വികൃതിയാണ്, ശ്രദ്ധയില്ലെന്നൊക്കെ. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പ്രായം കൂടുന്തോറും അവരുടെ വികൃതിയും കൂടി വരുന്നതായിട്ട് കാണാം. ഇത് കുട്ടികളിലുള്ള ഒരു പെരുമാറ്റ വൈകൃതമാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. രണ്ടുതരം ലക്ഷണങ്ങളാണ് ADHDയിൽ കണ്ടുവരുന്നത്. ആദ്യത്തേത് ഒരു ശ്രദ്ധക്കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരം കുട്ടികളിൽ ഇത് ADHD ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്കുണ്ടാവുന്ന പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് മറവിയാണ്. പുസ്തകങ്ങൾ, ടിഫിൻ ബോക്സുകളൊക്കെ സ്കൂളിൽ മറന്നു വെച്ചിട്ട് വരുന്നു. അവരുടെ പെർഫോമൻസ് ലെവൽ വളരെ മോശമായിരിക്കും. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അവർ വളരെ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടെങ്കിൽ അവർ അവിടെയുള്ളവർക്ക് ശല്യമായി തീരും. അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിൽ കൂടെയുള്ളവരെ ഉപദ്രവിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും കൂടെയുള്ളവർക്ക് ഒരു പ്രോബ്ലം ചൈൽഡായി തീരുകയും ചെയ്യും. ശാസ്ത്രീയമായ കാരണങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ചില സാധ്യതകളുണ്ട്. ജനറ്റിക്കായ ചില കാരണങ്ങൾ കൊണ്ട് അവരുടെ ബ്രെയിനിലെ ചില കെമിക്കൽസിന്റെ വ്യത്യാസം കൊണ്ട് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ചില സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് ADHD പോലുള്ള സ്വഭാവ പ്രത്യേകതകൾ കടന്നുവരും. പ്രധാനമായും 3 വയസ്സിന് ശേഷമാണ് ഇത് കണ്ടുപിടിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കായിരിക്കും ഇത് ആദ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കുക. വളരെ കൃത്യമായ ശ്രദ്ധയും സപ്പോർട്ടും കൊണ്ട് ഒരു പരിധിവരെ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ നേരെയാക്കി കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. ഇന്റർനെറ്റിന്റെയും ഫോണിന്റെയും ഒക്കെ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് പുറത്തുള്ള കളികളിൽ ഏർപ്പെടുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ സോഷ്യൽ ബിഹേവിയറിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ഷെയറിങ് കെയറിങ് മെന്റാലിറ്റി അവരിൽ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും.